ഹലോ എവരി വൺ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമല്ലേ? ഞാനും മക്കളും എല്ലാവരോടും സുഖമായിട്ടിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദുട്ടിൻ്റെ സ്കൂളില്ലായിരുന്നു. അവൻ്റെ ക്ലാസ്സിൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഫീൽഡ് ട്രിപ്പിന് പോയിരിക്കുകയായിരുന്നു. ആദുട്ടിനോട് പോകണമെന്ന് ചോദിച്ചപ്പോൾ അവന് പോകണ്ട, അവനിവിടെ എൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് ഏറ്റവും സന്തോഷം. അപ്പോൾ അവന് അതിൻ്റെ ഡാൻസുകളായിരുന്നു നേരത്തെ കളിച്ചത് കേട്ടോ. ഞാൻ ഡ്രസ്സ് മാറ്റാൻ നിൽക്കുകയാണ്. അവൻ ഡ്രസ്സ് മാറ്റാനായിട്ട് അവൻ്റെ ടീഷർട്ട് എടുത്ത് കൊണ്ടപ്പോണ്ട് അതിൽ കറ. അപ്പം ഞാനത് പോയിട്ട് വേറെ എടുത്ത് മാറ്റി അവന് മാറ്റി കൊടുത്തു. അവൻ അങ്ങനെ അഴുക്കുള്ളതൊന്നും അങ്ങനെ ഇടില്ല. അതിനുശേഷം ഞങ്ങളതേ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കുകയാണ്. ഞാൻ എന്ത് ജോലി ചെയ്യുമ്പോഴും കൂടെ വന്ന് നിൽക്കും. അവന് ബെഡ്ഷീറ്റ് വിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ വിരിക്കുമ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ കുത്തി കയറ്റി വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവന്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മക്കളെയൊക്കെ കൂടെ നിർത്തി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യിപ്പിക്കുന്നത്, ചെറിയ ചെറിയ ജോലി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നാണല്ലോ. അപ്പോൾ ചെറുപ്പത്തിൽ അവർ ശീലിക്കുന്നത് എത്ര വലുതായാലും മറക്കില്ല. ഞാൻ എല്ലാ ദിവസവും റൂമിലെ കർട്ടനൊക്കെ ഇങ്ങനെ മാറ്റിയിടും കേട്ടോ. കാരണം നല്ലൊരു സൂര്യപ്രകാശം നമ്മുടെ റൂമിലേക്ക് വരും. റൂമിൽ മാത്രമല്ല അകത്തൊക്കെ മാറ്റിയിടാറുണ്ട് ഞാൻ. ഈ നെട്ടോട്ടം അലക്കാനായിട്ട് തുണിയിലിടാനായിട്ടുള്ള ഓട്ടമാണ്. മുകളിലെത്തിയപ്പോൾ ഓർത്തത് വാഷിംഗ് മെഷീനിൽ ഒഴിക്കാനായിട്ട് ലിക്വിഡ് എടുക്കാൻ മറന്നുപോയി. വീണ്ടും താഴേക്ക് ഇറങ്ങി വന്ന് വീണ്ടും ഓടി. വീട്ടിലെ പണിയൊന്നും ഒതുങ്ങുന്ന വരെ ഇങ്ങനെ ഓട്ടപ്പാച്ചിലാണ്. പിന്നെ ഇതാ ഈ കൊട്ടയിൽ കുറേ തുണികൾ കണ്ടോ? ഇത് മടക്കാനായിട്ടുള്ള തുണികളല്ല, ആദൂട്ടത്തെ പഴയ ഡ്രസ്സുകളാണ് കേട്ടോ. തീരെ പാകാവില്ല അവന്. പിന്നെ ഇവിടെ വെറുതെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വെറുതെ നമ്മുടെ അലമാരിയിലെ സ്പേസ് പോകുന്നല്ലാണ്ട് ഒരു ഗുണമില്ല. ഇങ്ങനത്തെ തുണികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ കളയുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്നല്ലെങ്കിൽ അത് നല്ല ഡ്രസ്സുകളുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാം. പിന്നെ ഞാൻ ചെയ്യുന്നൊരു പരിപാടി, കിച്ചണിൽ ചിലപ്പോൾ ഒരുപാട് വെള്ളമൊക്കെ പോകുമ്പോൾ ഇത് വെറുതെ കളയേണ്ടേക്കാളും മുന്നേ ഞാൻ അതൊക്കെ ആ വേസ്റ്റൊക്കെ ഒന്ന് തുടയ്ക്കാനായിട്ട് എടുക്കാറുണ്ട്. നിലത്ത് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അതൊക്കെ തുടയ്ക്കാനൊക്കെ എടുക്കും. പിന്നെ ചേട്ടൻ എന്തെങ്കിലും വേസ്റ്റ് തുണിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ എടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ അധികം തുണികളൊന്നും മടക്കാനില്ല കേട്ടോ, യൂണിഫോം മാത്രമേ ഉള്ളൂ. ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം തലയിൽ നന്നായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്തു. അതിൻ്റെ വേറെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ, എൻ്റെ ഹെയർ കെയറിനെ പറ്റിയിട്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു മോള് ചോദിച്ചു ആൻറ്റിയുടെ ഹെയർ കെയർ വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു തരുമെന്ന്. അപ്പോൾ ഞാനത് ഇടാമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. തലയിൽ എണ്ണ തേച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കുളിക്കണം അങ്ങനെയാണ് പറയണത്. പക്ഷേ ക്ലീനിങ് തുടങ്ങിയപ്പോൾ പിന്നെ നിർത്താൻ തോന്നണില്ല. ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ അവസാനിക്കണവരുടെ സമാധാനമില്ല. അപ്പോൾ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് കുളിച്ചപ്പോൾ നേരം വൈകി. എനിക്കാണെങ്കിൽ അടക്കി പെറുക്കാനായിട്ട് വലിയ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. കല്യാണത്തിന് മുൻപും കല്യാണത്തിന് ശേഷം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ പുതിയ വീട് വെച്ചേ പിന്നെ ടോട്ടലി ചേഞ്ച് ആയിട്ടാണ്. മിക്കവാറും ദിവസം ക്ലീനാക്കി വെക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് പിന്നെ അങ്ങനെ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാറില്ല. കഷ്ടകാലത്തിനാണെങ്കിൽ അന്നത്തെ ദിവസം ഏതെങ്കിലും ഗസ്റ്റുകൾ വരും. എത്ര പ്രാവശ്യം ഞാൻ നാണം കെട്ടിട്ടുണ്ടെന്ന് അറിയോ? അതേ പിന്നെ ഞാൻ വലിയൊരു പാഠം പഠിച്ചു. എല്ലാ ദിവസവും ഇത് ചെയ്തിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലല്ലോ. അനുഭവമാണ് യഥാർത്ഥ ഗുരു എന്ന് പറയുന്നതൊക്കെ എത്ര സത്യമാണ്. ഇങ്ങനൊരു അനുഭവം വന്ന കാരണമാണ് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പഠിച്ചത്. അതുവരെ ക്ലീനിങ് ഒന്നും ഇഷ്ടമില്ലാത്ത മടിച്ച് കുട്ടിയായിരുന്നു. മടി ഞാനാ കണ്ടുപിടിച്ചതെന്ന് ചേട്ടൻ പറയാറും കൂടിയുണ്ട്. ഇപ്പം നന്നായിട്ടാണ്. തലേ ദിവസം തുടച്ചാൽ തന്നെ വലിയ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം പോയി ഇതേ കുളിച്ചു പോന്നു. തലയിൽ എണ്ണ തേച്ചിട്ട് ഇനിയും കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. തലനീരിറങ്ങി നമുക്ക് വയ്യായ പിടിപെടും. വയ്യായ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ്റെയും പിള്ളേരുടെയും കാര്യമൊക്കെ താളം തെറ്റും. അങ്ങനെ ഞാൻ അതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്കിൻ കെയർ കുളി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ എനിക്കത് എൻ്റെ വോയിസിൽ ഇടാൻ പറ്റിയില്ല. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഒച്ചയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ മോയ്സ്ചറൈസർ ഇടാണ്. നല്ല തിക്ക് കൺസിസ്റ്റൻസി, നല്ല ലൈറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മോയ്സ്ചറൈസർ. അതിനുശേഷം സെയിം ബ്രാൻഡിന് തന്നെ ഞാനൊരു സൺസ്ക്രീം അപ്ലൈ ചെയ്യും. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ലിപ് ബാം ഇടണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഇടും, എന്ന് ഇട്ടില്ല. അത് കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് തോർത്തി ഇങ്ങനെ അഴിച്ച് കുറച്ച് നേരം ഇടും. നനഞ്ഞ മുടി നമ്മൾ ഒരുപാട് നേരം തോർത്ത് കൊണ്ടായാലും ഇങ്ങനെ കെട്ടി വയ്ക്കുന്നതൊക്കെ മുടിക്ക് ഭയങ്കര പൊട്ടയാണ്. മുടി നന്നായി തോർത്തിയതിന് ശേഷം ഫ്രീ ആയിട്ട് ഇടാം. എനിക്ക് എല്ലാ മാസവും പീരീഡ്സിൻ്റെ സമയമാകുമ്പോൾ ഇങ്ങനെ കുരു വരാറുണ്ട്. സാധാരണ നെറ്റിയിലോ താടിയുടെ സൈഡിലൊക്കെയാണ് വരാറ്. ഇപ്രാവശ്യം മൂക്കിൻ്റെ തുമ്പത്ത് തന്നെ ഹെഡ്ലൈറ്റ് തെളിഞ്ഞോണാണ് ഇരിക്കണത്. എന്ത് ചെയ്യാനാകത്ത അതിൻ്റെ വഴിക്ക് പോട്ടെ. അങ്ങനെ ഞാൻ കിച്ചണിലെത്തി. ഇന്ന് നമ്മൾ ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതിനേക്കാൾ മുന്നിലൊരു അംഗവസ്ത്രമാണ് ഈ ഏപ്രിൽ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ റംബൂട്ടാൻ മരം കാട്ടി തന്നില്ല നമ്മുടെ ഇവിടെ നിൽക്കുന്ന, അതൊന്നും ഇന്നലെ സന്ധ്യ സമയത്ത് പൊട്ടിച്ചതാട്ടോ. നമുക്ക് ഇത്രയോളം കിട്ടി.
ചിലതൊക്കെ റെഡ് കളർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഇനി നിർത്തി കഴിഞ്ഞാൽ അണ്ണൻ വന്ന് തിന്നും, പിന്നെ നമുക്കൊന്നും കിട്ടില്ല. നമുക്ക് അവിടെ ആണെങ്കിൽ പാല് ഇടാനായിട്ട് പറ്റണില്ല. അപ്പോൾ നേരത്തോട് കൂടി പൊട്ടിച്ച് വെച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ചുവന്ന കളറാവും. അപ്പോൾ നമുക്ക് തിന്നാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമുള്ള റംബൂട്ടാൻ അടിയാണ്. ഇപ്പോൾ ഇതിനുണ്ടായിരുന്നു, അപ്പോൾ ഓരോരുത്തർ വന്ന് തിന്നിപ്പോൾ കഴിഞ്ഞു. സബോള തൊലി കളയുമ്പോഴാണ് ഓർത്തെ പച്ചമുളക് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ പച്ചമുളക് പൊട്ടിക്കാനായിട്ട് ഞാൻ ഓടി വന്നതാട്ടത്. ബീഫിനൊക്കെ കഴുകി വൃത്തിയാക്കി നല്ല കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതേ സവാളയും പച്ചമുളകൊക്കെ അരിയാണ് കേട്ടോ. സവാള അരയിലാണ് ഏറ്റവും വലിയ റിസ്ക് പിടിച്ച ജോലി. കണ്ണീന്ന് ഇങ്ങനെ കുടുകുടാന്ന് വെള്ളം ചാടും. ഞാനിവിടെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിരിക്കണേ. പിന്നെ നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ ബീഫ് റോസ്റ്റിന് നമ്മൾ സാധാരണ എടുക്കില്ലേ, ഒരു മീഡിയം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു തുടം വെളുത്തുള്ളി, ഇതാണ് നമ്മൾ സാധാരണ എടുക്കാറ്. അതുപോലെ തന്നെ ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ. നമ്മുടെ പച്ചമുളകിന് നല്ല എരിവുള്ളതാണ്. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇടുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ. പിന്നെ ഇതിന് പുറമേ നമ്മൾ കുരുമുളക് പൊടി ഇടും, ടേസ്റ്റ് നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട്. സവാളയ്ക്ക് വേറെ പ്ലേറ്റ് എടുക്കും. കാരണം കണ്ട ഈ സവാളയുടെ ഇവിടെ ഒരു ബ്ലാക്ക് കളറുണ്ട് ഫംഗസ്, അത് കഴുകി കളയണം. അല്ലെങ്കിൽ ഇതിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ആവും. എനിക്ക് സവാള തൊലി കളയുമ്പോഴേക്കും കണ്ണീന്ന് വെള്ളം വരും. എന്റെ നാട്ടില് പറയും സാധാരണ അമ്മായിമ്മപ്പോര് സഹിക്കാൻ പറ്റാത്തവർക്കാണ് കണ്ണീന്ന് വെള്ളം വരാറ്. പക്ഷെ എന്റെ അമ്മായിമ്മ പാവം അമ്മായിമ്മ, എന്നിട്ട് എന്താണാവോ എനിക്ക് ഇങ്ങനെ കരഞ്ഞു. ഞാൻ സവാളയൊക്കെ നല്ല രീതിയിൽ കഴുകിയിട്ട് കൊണ്ടുവന്നുണ്ട്. ഇപ്പൊ നമുക്ക് സവാളയുടെ തൊലിയൊക്കെ റോസിന്റെ കടക്കണം. സവാള തൊലിയൊക്കെ ഈ റോസിന്റെ കടക്കിടുന്നത് പൂവുണ്ടാവാനും ഇതിന്റെ ഗ്രോത്തിനും പൂവിന് നല്ല കളർ ഉണ്ടാവാനൊക്കെ നല്ലതാണെന്ന് പറയണേ. എല്ലാ റോസിന്റെ ചട്ടിയിൽ ഇടാനായിട്ട് തികഞ്ഞില്ല കേട്ടോ. കുറച്ച് ഉള്ളിത്തൊലിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തതിൻ്റെ ഉള്ളി നന്നാക്കുന്നത് ഇതിൻ്റെ ചോട്ടിലിടാം. നമ്മൾ സവാള നന്നാക്കുമ്പോഴേ ആ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, സവാളയുടെ നടുവിലുള്ള വൈറ്റ് പോർഷൻ നമ്മളത് കളയണേ. അത് നമ്മൾ കറിയിലിടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എപ്പോൾ സവാള അരിയാൻ എടുക്കുമ്പോഴും ആ വൈറ്റ് പോർഷൻ ഞാൻ അങ്ങോട്ട് കളയാറുണ്ട്. സാധാരണ എനിക്ക് എൻ്റെ ചേട്ടനായിട്ട് സവാളയൊക്കെ അരിഞ്ഞ് തരാറ്. എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ പാവം ചേട്ടനാണെങ്കിൽ അരിഞ്ഞൊക്കെ തരാറ്. ചേട്ടനാണെങ്കിൽ എന്തോ ഒരു സവാളയാണെങ്കിലും എനിക്ക് അരിഞ്ഞ് തരും. ബിരിയാണിക്ക് വെക്കുന്ന ടൈമിലൊക്കെ ചേട്ടനാണ് എനിക്ക് സവാള അരിഞ്ഞ് തരും. അത് സവാള മാത്രമല്ല കേട്ടോ, എല്ലാ പച്ചക്കറികളും അരിഞ്ഞ് തരും. അതേപോലെ മീൻ വെട്ടുമ്പോൾ എന്നെ വന്ന് സഹായിക്കും. അങ്ങനെ എല്ലാത്തിനും എൻ്റെ കൂടെ നിന്ന് തന്നെ സഹായിക്കാറുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഒരാൾ കൂടെ നിന്ന് നമ്മളെ സഹായിക്കാൻ ഉള്ളത് എത്ര വലിയ ഭാഗ്യമാണല്ലേ. ദൈവത്തിനോട് ഞാൻ നന്ദി പറയാൻ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് എൻ്റെ അനിയത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. എൻ്റെ തൊട്ട് താഴെയുള്ളൊരു അനിയത്തിയുണ്ട്, ഫെമി. അവൾ സവാള അരിയണ കാണണം, ചക്കന്ന് പറഞ്ഞിട്ട് അങ്ങ് അരിയും. എൻ്റെ ചേട്ടനും അത് എന്തൊരു സ്പീഡിൽ അരിയുക. എനിക്കാണെങ്കിൽ ഓരോന്നിനൊരു താളുണ്ട്, താളം പിടിച്ചിട്ടാണ് ഞാൻ അരിയുക. ഞാൻ എന്താ ഇവിടെ കണ്ണീർ പുഴ ഒഴുക്കി തുടങ്ങി. കണ്ണീര് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നോൺ സ്റ്റോപ്പായിട്ട് വരും. ഇതുകൊണ്ടൊന്നും നമ്മൾ തളരാൻ പാടില്ലല്ലോ. കല്യാണരാമനിലത്തെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരണേ. സലീംകുമാർ പറയില്ലേ, തളരരുത് രാമൻകുട്ടി തളരരുത്. അതുപോലെ ഞാൻ തളരാതിരുന്ന് സവാള അരിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇറച്ചിക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും അരിഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോറ് വെക്കാനായിട്ട് അരിയൊക്കെ കഴുകുകയാണ്. അരിയൊക്കെ വേവിക്കാൻ വെച്ചു. അതിനുശേഷം ഞാൻ ഇറച്ചി വെക്കാനായിട്ട് കുക്കറിലേക്ക് നമ്മുടെ ബീഫ് കുട്ടന്മാരൊക്കെ ഇടാണ് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സവാള, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കുക. എൻ്റെ വീട്ടിൽ കറിവേപ്പുള്ള കാരണേ ഞാനൊരു കമ്പ് പൊട്ടിച്ചിട്ട് ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് അതിൽ മുക്കി വയ്ക്കും. ഫ്രിഡ്ജിൽ വെക്കില്ല. ആവശ്യത്തിന് പൊട്ടിച്ചെടുത്താൽ മതിയല്ലോ. ഇനി അടുപ്പത്തൊരു ചട്ടി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ഇടാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആ ഒരു അളവിലാട്ടാണ് ഞാൻ എടുത്തിരിക്കണേ. ഇത് നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൽ പകുതി എടുത്തിട്ട് നമ്മൾ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കൂട്ടി തിരുമ്മി വെക്കണം. മുളകും മല്ലിയൊക്കെ വറുത്തിടുമ്പോൾ ഒരു പ്രത്യേക മണം കിട്ടും കേട്ടോ നമ്മുടെ ബീഫ് റോസ്റ്റിന്. പിന്നെ നല്ലൊരു കളറും കിട്ടും. നമ്മൾ മുളക് പൊടി ഇടുമ്പോൾ കുറച്ച് എരിവുള്ള മുളക് പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഞാൻ അങ്ങനെ വെക്കാറ്.
എന്നിട്ട് ഒരു 5 വിസിൽ, എനിക്ക് 5 വിസിലാണ്. പിന്നെ ഓരോ ഇറച്ചിനെ ആശ്രയിച്ചിരിക്കും, മൂപ്പ് കുറവും മൂപ്പ് കൂടുതലുള്ളതിനൊക്കെ അനുസരിച്ചിരിക്കും. ഈ ഇറച്ചിക്ക് എത്തോരം വേവുണ്ടെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഇനി നമുക്കിത് റോസ്റ്റ് ആക്കി എടുക്കാനായിട്ട് സവാളയൊക്കെ വഴറ്റണം. ഞാൻ ഇറച്ചി, ചിക്കൻ ഇതൊക്കെ വഴറ്റാനൊക്കെ ആയിട്ട് ഞാൻ ഇന്ത്യാലയത്തിൻ്റെ ചട്ടിയാട്ടം എടുക്കാറ്. അതാണെങ്കിൽ അടി പിടിക്കില്ല. അലുമിനിയം ചട്ടിയൊക്കെ വയ്ക്കുമ്പോൾ അടി പിടിക്കും. ഞാൻ ഈ 4 സവാള അരിഞ്ഞത് പിന്നെയാണ് ഓർത്തത്. 4 സവാളയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞാൽ ബീഫ് റോസ്റ്റിന് ഭയങ്കര മതിരിപ്പാവും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഒരു പകുതി വേവാകുമ്പോൾ, കുറച്ച് കളർ മാറാനായിട്ട് തുടങ്ങുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചത് പകുതി ഇരിക്കണ്ടായിരുന്നത് വീണ്ടും ഇട്ട് കൊടുക്കുക. അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഡാർക്ക് ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ട് വഴച്ചണം. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മുളകും മല്ലിയൊക്കെ, അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴച്ചുക. പിന്നെ അധികം വഴച്ചണ്ട, അത് ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതല്ലേ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുരുമുളക് പൊടി ഇടുക, പെരിഞ്ജീരക പൊടി ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങ് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ. ഞാനതിൽ കുരുമുളക് പൊടി ഇടുന്ന ഭാഗം സ്കിപ്പായി പോയിട്ടാണ്, ഞാനത് വീഡിയോയിൽ എടുക്കാനായിട്ട് എനിക്ക് പെട്ടെന്ന് വിട്ടുപോയി. അതിന് ശേഷം തക്കാളി ഒരെണ്ണം അരിഞ്ഞത് നമ്മൾ ചേർക്കണം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടിരിക്കുമ്പോൾ ഈ തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ മസാല കരിഞ്ഞു പോകാണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യേ. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട്, ചൂടുവെള്ളം പ്രത്യേകം ചേർക്കണം. അങ്ങനെ വെള്ളം ചേർത്തിട്ട് നമ്മളത് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് നന്നായിട്ട് കുഴയുന്ന വരെ നമ്മളൊന്ന് വേവിക്കണം. കുക്കറിൽ വിസിലൊക്കെ വന്ന് തുറന്നതിന് ശേഷം കുറച്ച് ഇറച്ചെടുത്തിട്ട് ഞാൻ കഴിച്ച് നോക്കണം കേട്ടോ. എനിക്കങ്ങനെ ഇറച്ചി തിന്നുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടം. അപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഇറച്ചി വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഞാൻ വേവിക്കാൻ വെച്ചു. ഒരു 3 വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചു. തക്കാളി വെന്തോന്ന് അറിയാനായിട്ട് തുറന്ന് നോക്കിയപ്പോൾ തക്കാളി വെന്തിട്ടില്ല, കുറച്ചും കൂടി ആവണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ അടച്ച് വെച്ചു. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഞാൻ വെറുതെ ഇരുന്ന് റെസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ എനിക്ക് മിച്ചർ ഭയങ്കര ഇഷ്ടമാണ്. ഞാനപ്പോൾ മിച്ചറൊക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്ത് ഒരു ബെസ്റ്റ് ബേക്കറി ഉണ്ട്. അവിടുത്തെ മിച്ചർ സൂപ്പർ ടേസ്റ്റാണ്, എന്തോരം കഴിച്ചാലും മതി വരില്ല, നല്ല രസമാണ്. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് അങ്ങ് തട്ടി, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെള്ളം വലിയിപ്പിച്ചെടുക്കുക. ഞാനത് മണത്ത് നോക്കാണ് കേട്ടോ, നല്ല സൂപ്പർ മണമായിരുന്നു. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് ഇങ്ങനെ കരിഞ്ഞു പോവും നമ്മുടെ കറി. എന്നിട്ട് അത്യാവശ്യം വെള്ളം വലിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കണം, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂട്ടും, നല്ല മണം വരും. കുറച്ച് കറിവേപ്പിലും മല്ലിയിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ബേഷായി. ഞാനിവിടെ സാധാരണ ആഫ്രിക്കൻ മല്ലിയില വീട്ടിൽ വളർത്തുന്നുണ്ട് കേട്ടോ, അതാണ് ഞാൻ ഇട്ട് കൊടുക്കാറ്. അത് പ്രത്യേക മണമാണ്. സാമ്പാറിലും ഈ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല മണമാണ്, നല്ല അടിപൊളി മണമാണ്. അങ്ങനെ ഞാൻ ബീഫ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടേ, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. എന്നിട്ട് നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കുന്നതാണ് എനിക്കിഷ്ടം. നല്ല കറുത്ത കളറാക്കണം. അതിപ്പോൾ നന്നായിട്ട് ഗ്രേവി വേണമെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അക്ഷയപാത്രമായ കിച്ചൺ സിങ്കിൽ കുറേ പാത്രങ്ങളിലേക്ക് ഒന്ന് കൂടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അപ്പം തന്നെ കഴുകി വെച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ അവസാനം പണിയാവും. അപ്പോൾ ഞാനതൊന്ന് കഴുകി വെക്കുകയാണ്. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. എന്നിട്ട് ഞാനൊരു സാലഡ് ഉണ്ടാക്കി. തൃശ്ശൂർ ഇതിനെ സർലാസ് എന്നാണ് കേട്ടോ പറയുക. നമ്മൾ തൈരൊക്കെ ഒഴിച്ച് സവാളയൊക്കെ ഇട്ടിട്ടുണ്ടാക്കണതിനെ സർലാസ് എന്നാണ് പറയുക. അതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ട, ഞാൻ ഉപയോഗിക്കുന്ന കിച്ചൺ ഡിഷാണ് കേട്ടോ. ഇത് വളരെ നല്ലതാണ്, നോൺ വുമനാണ്, നമുക്ക് വീണ്ടും കഴുകി ഉപയോഗിക്കാൻ പറ്റുന്ന കിച്ചൺ ഡിഷാണ്, റീയൂസബിളാണ്. അപ്പോൾ കുറേ നാൾ ഇത് നമുക്ക് നിൽക്കും. ഒരു ഷീറ്റ് തന്നെ നമുക്ക് വൃത്തിയായിട്ട് കഴുകി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് നല്ലൊരു ഒരു പ്രോഡക്റ്റായിട്ട് തോന്നി ഈ നോൺ വിവർ ടിഷ്യൂ കേട്ടോ. ഞാൻ എപ്പോഴും ഉള്ളിൽ പോവുകയാണെങ്കിലും ഈ ടിഷ്യൂ വാങ്ങാറുണ്ട്. അങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയായിട്ട് ഇങ്ങനെ തുടച്ചൊക്കെ ഇട്ടു. എൻ്റെ ആദ്യത്തിൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് എനിക്കതൊന്ന് വീഡിയോയിൽ എടുക്കാനായിട്ട് പറ്റില്ല, എടുക്കണം എന്നൊക്കെ വിചാരിച്ചത്. അപ്പോഴത്തേക്ക് എനിക്ക് തലവേദന വന്നു. എനിക്ക് മൈഗ്രെയിൻ തലവേദനയുടെ ഭയങ്കര പ്രശ്നമുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത്രയും വേദനയാണ്. ഇപ്പോൾ ഉച്ച തിരിഞ്ഞു, അന്നമ്മ അൻ്റെപ്പനൊന്നും വന്നിട്ടില്ല. അപ്പോഴത്തേക്ക് നാളെ ദോശയ്ക്കുള്ള മാവ് ഒന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിക്കുക. അതുകൊണ്ട് ഞാൻ ഉറക്കാൻ കിടത്തിയിട്ട് അവൻ ഉറങ്ങിയൊന്നുമില്ല. അവൻ എൻ്റെ കൂടെ പിന്നാലെ ഇങ്ങനെ എഴുന്നേറ്റ് പോന്നു. എന്നിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ അവൻ കുറച്ച് ഉഴുന്ന് ചോദിച്ചു കഴിക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്നൊക്കെ വായിൽ വെച്ച് കൊടുത്ത് ഇരിക്കുകയാണ്. ഇവൻ്റെ കയ്യിൽ കണ്ട കോറിട്ടിരിക്കുക. ട്യൂഷന് ഇരിക്കുമ്പോൾ ഇതാണ് ഇവൻ്റെ മെയിൻ പണി. എത്ര പറഞ്ഞാലും കേൾക്കില്ല. അവിടെ എന്തെങ്കിലും പേന കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ കുത്തി കോറി വരയ്ക്കും. എൻ്റെ മിക്സിക്ക് ഒരു പ്രശ്നമുണ്ട്, ശരിക്കും ജാറ് വെച്ചില്ലെങ്കിൽ ഇങ്ങനെ പടക്കം പൊടണ പോലെ സ്വരം ഉണ്ടാവും. അത് കേട്ട് ഞെട്ടി ഞങ്ങൾ ചിരിച്ചതാട്ടോ. അപ്പം എന്നിട്ട് ഞങ്ങൾ അരപ്പൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ട് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു. ഞാൻ പിന്നെ സാധാരണ പച്ചരി ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ അരിപ്പൊടിയിലാണ് ഞാൻ ഈ
മാവ് മിക്സ് ചെയ്ത് വെക്കുക. അരിപ്പൊടി നന്നായിട്ട് കുഴച്ചിട്ട് അത് ഈ ഉഴുന്നിൻ്റെ മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കും. എനിക്ക് എൻ്റെ ചേട്ടൻ്റെ മമ്മിയായിട്ടത് പറഞ്ഞു തന്നെ. നന്നായിട്ട് വീർക്കും, ടേസ്റ്റിലൊന്നും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നല്ല ഇഡ്ഡലിയും ദോശയൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ അരിപ്പൊടിയിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോഴേ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണേ. കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റില്ല. എന്നിട്ട് അവസാനം ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ഇടും, ഒരു പ്രത്യേക ഫ്ലേവറിന് വേണ്ടി. നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ഐഡിയയാണ്. അങ്ങനെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. മൈഗ്രെയിൻ വന്ന കാരണം ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഉഷാറ് കിട്ടാൻ വേണ്ടി ഞാൻ വീണ്ടും രണ്ടാമതൊന്ന് പോയി കുളിച്ച് വന്നു. അങ്ങനെ ഞാൻ സമയം നോക്കിയപ്പോൾ ഇനിയും ഒരു അരമണിക്കൂറുണ്ട് അന്നമ്മയും അൻ്റപ്പനും സ്കൂളിൽ നിന്ന് വരാൻ. അപ്പോൾ തോന്നി കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയ്ക്കുള്ളൂ കേട്ടോ. എല്ലാവരും ബീഫ് റോസ്റ്റൊക്കെ വെച്ച് നോക്കണം. ഞാൻ അരയ്ക്കുന്ന പോലെ ഇഡ്ഡലി മാവൊക്കെ അരച്ച് നോക്കണം, അഭിപ്രായമൊക്കെ അറിയിക്കണം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.